പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ്. ആ ജ്യോതിഷ യോഗങ്ങളിൽ ത്രിഗ്രഹ യോഗങ്ങൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതായി സൂര്യനും ചൊവ്വയും ബുധനും ഒന്നിച്ച് നിന്നാലുള്ള ഒരു വിശേഷപ്പെട്ട ത്രിഗ്രഹ യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ യോഗത്തിൻ്റെ ഫലം, എന്ത് ശുഭാശുഭ ഫലങ്ങളാണ് ആ യോഗം ഉണ്ടാക്കുന്നത് എന്നു നാം ചിന്തിക്കാം. ഭവതി ഖ്യാതോ മല്ല സാഹസികോ നിഷ്ഠുരോ വിഗതലജ്ജ ധനസുകളത്ര രഹിത സഹസ്ഥിതേരർക്കകുജ സൗമ്യേഹി. സഹസ്ഥിതേഹി ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്ന, യോഗം ചെയ്യുന്ന അർക്കൻ സൂര്യൻ, ചൊവ്വ, സൗമ്യൻ ബുധൻ, സോമസ്യ പുത്ര സൗമ്യ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ, സൗമ്യേഹി, ഈ ഗ്രഹങ്ങൾ ത്രിഗ്രഹ യോഗം ചെയ്താൽ അതിനുള്ള ഫലം ഇപ്രകാരമാകുന്നു. അവർ ഖ്യാതന്മാരായിത്തീരും, വളരെയധികം പ്രാഗൽഭ്യം പ്രകടിപ്പിക്കും തങ്ങളുടെ കർമ്മ മേഖലയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ ദ്വന്ദ്വയുദ്ധത്തെ ചെയ്യുന്നവനായി മാറുന്നതാണ്. പലപ്പോഴും അദ്ദേഹം എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ അപകടത്തിൽ ചെന്ന് ചാടും. സാഹസി എന്നാൽ അർത്ഥം യത്കാര്യന്തു യഹ അസമീക്ഷ കരോതി സഹ സാഹസവാൻ അഥവാ സാഹസി. ആരാണോ കാര്യങ്ങൾ ആലോചിക്കാതെ എടുത്തു ചാടുന്നത് അയാളാണ് സാഹസി. അദ്ദേഹം വളരെയധികം ക്രൂരനായി തീരുന്നു. സൂര്യനും ചൊവ്വയും ഒന്നിച്ച് യോഗം ചെയ്താൽ തന്നെ ദിഗ്രഹ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൗമേന അഘരഥം, അദ്ദേഹം കുറ്റവാസനകളിൽ കുറ്റം ചെയ്യുന്നതിൽ താല്പര്യമുള്ള ആളാണ്. അതിനുകൂടെ ആ ബുധൻ കൂടി വന്നാലോ, അയാൾ സമർത്ഥനായ ഒരു കൊലയാളിയായും കുറ്റം ചെയ്താൽ ആ കുറ്റകൃത്യങ്ങളെ വളരെ സമർത്ഥമായി മറക്കുന്നവനായും ഗോപ്യമായി പ്രവർത്തിക്കുന്നവനുമായി ഭവിക്കുന്നതാണ്. അതിനുമപ്പുറം നല്ല ക്രിമിനൽ ലോയർ, ഏത് ആളുകളെയും ഏത് വ്യക്തിയെയും തൻ്റെ യുക്തിയിലൂടെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു അസാമാന്യമായ കരുത്ത്, ബുദ്ധി, ചങ്കൂറ്റം, ഇതൊക്കെ ഈ ത്രിഗ്രഹ യോഗത്തിനുണ്ടാകാം. അതിശക്തമായി കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, കയ്യൊക്കിലൂടെ നേടുക, ഇതൊക്കെ തന്നെ ഈ വിശേഷപ്പെട്ട സൂര്യനും ചൊവ്വയും ബുധനും തമ്മിലുള്ള യോഗമുണ്ട്. ബാഹുയോദ്ധ എന്ന് പറയുമ്പോൾ പലപ്പോഴും ജിം ട്രെയിനറാകാം. അപ്രകാരം തന്നെ ശാരീരിക ക്ഷമതയുള്ള ഏത് സ്പോർട്സുമായി ബന്ധപ്പെടുന്ന കളികളിലൊക്കെ തന്നെ തൻ്റെ പ്രവർത്തന മേഖല വ്യാപരിക്കാം. നാളെ ഇദ്ദേഹത്തിന് ധാരാളം ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് തുടങ്ങിയവ നിർമ്മിച്ച് അതിനെ വാടകയ്ക്ക് കൊടുക്കാം, ലീസിന് കൊടുത്ത് കാശുണ്ടാക്കാം. ഇങ്ങനെ ധാരാളം ശാരീരിക ക്ഷമതയുള്ള കളികളിൽ ഏർപ്പെട്ട് മുന്നോട്ട് നീങ്ങാം. നല്ല കളരി മർമ്മജ്ഞനാകാം. മാർഷ്യൽ ആർട്സ്, കരാട്ടെ, കളരി, ഈ പറഞ്ഞ മറ്റ് കായികക്ഷമതയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ വ്യാപരിച്ച് അത് ബുധനോടുകൂടി യോഗം ചെയ്യുമ്പോൾ അതിലൂടെ വ്യാപാരം കണ്ടെത്തി കാശുണ്ടാക്കുവാൻ ഈ യോഗം സഹായകരമാകും. വിഗത ലജ്ജ, ഇയാൾക്ക് ലജ്ജ തീരെ ഉണ്ടാകില്ല, എന്നും ഓപ്പണായി പ്രകടിപ്പിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും. അതിനും അപ്പുറം പലപ്പോഴും സമ്പത്തും പുത്രന്മാരും ഭാര്യയും പലപ്പോഴും ഇല്ലാത്ത അവസ്ഥ, പിരിഞ്ഞിരിക്കുക, അവരുമായി കലഹിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഈ ത്രിഗ്രഹ യോഗത്തിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് ധാരാളം സൗഭാഗ്യങ്ങളെ, കാശുണ്ടാക്കുന്ന വിഷയങ്ങളെയൊക്കെ ഇത് പ്രതിനിധാനം ചെയ്യും. മറുഭാഗത്തോ ശ്രദ്ധയില്ലായ്മ കാരണം എടുത്തു ചാടി പകുതിയാകുമ്പോഴത്തേക്ക് അത് ഉപേക്ഷിക്കുക, എന്നിട്ട് ധനനഷ്ടം വരിക മുതലായ വിഷയങ്ങളാണ് ഇവിടെ ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. നമസ്തേ.